നമ്മുടെയൊക്കെ ജീവിതം ഒരു യാത്രയാണ്. ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുള്ള യാത്ര. ഈ യാത്രയിൽ എത്രയെത്ര മുഖങ്ങളെയാണ് നമ്മൾ കാണുന്നത്, എത്രയെത്ര അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ചില ഓർമ്മകൾ, ചില അനുഭവങ്ങൾ, അവ നമ്മൾ ഒരു ഭാണ്ഡം പോലെ, ഒരു ഭാരമുള്ള പെട്ടി പോലെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കും. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഭാരം, പരാജയങ്ങളുടെ, നഷ്ടങ്ങളുടെ, മുറിവുകളുടെ, കുറ്റബോധത്തിൻ്റെ, ഇങ്ങനെയെല്ലാം ഭാരങ്ങൾ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഭാരം താങ്ങി മുന്നോട്ട് പോകാൻ ഇനി സാധ്യമല്ല, ഈ പെട്ടി ഒന്ന് താഴെ വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഒന്ന് എനിക്ക് മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ചിന്തയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഡോണ്ട് ക്യാരി യുവർ പാസ്റ്റ് എന്ന്. എന്താണ് ഈ ഭൂതകാലത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്? അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് അത് തകർന്നുപോയ ഒരു പ്രണയബന്ധത്തിൻ്റെ ഓർമ്മകളായിരിക്കാം. മറ്റു ചിലർക്ക് അത് കരിയറിൽ സംഭവിച്ച ഒരു വലിയ പരാജയമാകാം. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത ഒരു തെറ്റ് മനസ്സിൽ കുറ്റബോധമായിട്ട് നീറുന്നുണ്ടായിരിക്കാം. അറിയാതെ ചെയ്തതായിരിക്കാം. എന്നാലും അല്ലെങ്കിൽ വേറൊരാൾ, നമ്മൾ അത്യധികം സ്നേഹിച്ച ഒരാൾ നമുക്ക് തന്ന വേദന. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഒരു ഡ്രൈവർ എപ്പോഴും അയാൾ ഓടിക്കുന്ന വണ്ടിയുടെ റിയർ വ്യൂ മിററിൽ മാത്രം നോക്കി വണ്ടി ഓടിച്ചാൽ എങ്ങനെ സംഭവിക്കും? ആ വണ്ടി എന്തിലെങ്കിലും പോയിട്ട് ഇടിക്കും. അപകടം ഉറപ്പല്ലേ അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ? അതുപോലെയാണ് നമ്മളുടെ ജീവിതവും. എപ്പോഴും നമ്മൾ ഈ ഭൂതകാലത്തിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും ഭാവിയിലും കിടക്കുന്ന നല്ല സമയങ്ങളെ നമ്മൾ പാഴാക്കി കളയുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും തോന്നും, ഇപ്പോൾ നമ്മളുടെ സമയം പാഴാക്കി കളഞ്ഞത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളുടെ ഭൂതമായിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ചിന്തിക്കും, എന്തിനാണ് വീണ്ടും ഞാൻ സമയം കളഞ്ഞത്? അപ്പോൾ വീണ്ടും ടെൻഷനാവും, വീണ്ടും അതാലോചിച്ചിരിക്കും. ഇങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഭൂതകാലം എന്നത് നമ്മളെ പഠിപ്പിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ്. നമ്മളത് വായിച്ച് കഴിഞ്ഞു. അതിനെ അടച്ചു വയ്ക്കാതെ, ആ ഒരു അധ്യായത്തിനെ അടച്ചു വയ്ക്കാതെ നമുക്ക് മുന്നോട്ട് അടുത്ത പാഠങ്ങൾ പഠിക്കാൻ കഴിയില്ല. നമ്മളെ ശിക്ഷിക്കാനുള്ള ഒരു തടവറയല്ല നമ്മുടെ ഭൂതകാലം. അത് പാഠങ്ങൾ പഠിക്കുകയും അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മടക്കി വെച്ച് അടുത്ത പാഠത്തിലേക്ക് പോവുകയും ചെയ്യണം. ആ പാഠത്തിൽ എന്തോ ആയിരുന്നോട്ടെ, നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കഥ. ഇത് നമ്മളുടെ പലരുടെയും കഥയാണിത്. ഒരു 2 സന്യാസിമാർ ഒരു പുഴയുടെ തീരത്തു കൂടി യാത്ര ചെയ്യുകയായിരുന്നു. നല്ല ഒഴുക്കുള്ള പുഴയുടെ കരയിൽ ഒരു സുന്ദരിയായ ഒരു യുവതി സഹായത്തിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പുഴ കടക്കാൻ അവർക്ക് പേടിയായിരുന്നു. അപ്പോൾ അവർ ഈ സന്യാസിമാരോട് തന്നെ ഒന്ന് പുഴ കടത്തി തരുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഈ സന്യാസിമാർക്ക് സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്നത് അവരുടെ സന്യാസത്തിലുള്ള ഒരു നിയമമായിരുന്നു. അതിലെ ഒരു ഇളയ സന്യാസി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് നിന്നു. എന്നാൽ മുതിർന്ന ആള് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ യുവതിയെ തൻ്റെ കൈകൾ ചുമന്നുകൊണ്ട്, തോളിൽ ചുവന്നുകൊണ്ട് പുഴയുടെ അപ്പുറം കടത്തി. യുവതി സന്യാസിയോട് നന്ദി പറഞ്ഞുകൊണ്ട് യുവതിയുടെ വഴിക്ക് പോയി. ഈ 2 സന്യാസിമാരും വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ഇളയ സന്യാസിയുടെ മുഖത്ത് അല്പം ദേഷ്യവും അസ്വസ്ഥതയും എല്ലാം കൂടിയിട്ടിങ്ങനെ അയാളൊന്നും സംസാരിക്കുന്നില്ല. മണിക്കൂറുകൾ കടന്നുപോയി. പക്ഷേ ഇളയ സന്യാസിയുടെ മുഖത്ത് അസ്വസ്ഥത മാറുന്നേയില്ല. അവസാനം സൈകെട്ട് അദ്ദേഹം മുതിർന്ന സന്യാസിയോട് ദേഷ്യത്തോടെ ചോദിച്ചു, അങ്ങ് ഈ ചെയ്തത് ശരിയാണോ? നമ്മുടെ നിയമങ്ങളെല്ലാം ലംഘിച്ച് അങ്ങ് എന്തിനാണ് ഒരു സ്ത്രീയെ സ്പർശിച്ചത്? എന്തിനാണ് ആ സ്ത്രീയെ ചുമന്നുകൊണ്ട് നടന്നത്? അത് കേട്ട് മുതിർന്ന സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ശാന്തമായ സ്വരത്തോടെ പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ പുഴയുടെ കരയിൽ ഇറക്കി വെച്ചു. എന്നാൽ പ്രിയ സഹോദര, നിങ്ങൾ ഇപ്പോഴും അവരെ ചുമന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ഈ മറുപടി കേട്ട് ഇളയ സന്യാസി ആലോചിച്ചു നിന്നു. തൻ്റെ തെറ്റ് അയാൾക്ക് മനസ്സിലായി. ഈ കഥയിലെ ഇളയ സന്യാസിയെ പോലെയാണ് നമ്മളിൽ പലരും. കഴിഞ്ഞുപോയ സംഭവങ്ങളെ, വേദനകളെ, മുറിവുകളെ എല്ലാം നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മറ്റുള്ളവർ അതെല്ലാം മറന്നാലും നമ്മൾക്കത് വിടാൻ കഴിയുന്നില്ല. ആ ഭാരം നമ്മളെ തളർത്തുന്നു. നമ്മുടെ സന്തോഷത്തിനെ അതില്ലാതേക്കാണ്. ആ ഭാരം ഇറക്കി വയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഭാരം എങ്ങനെ ഇറക്കി വയ്ക്കാം? പ്രായോഗികമായ ചില വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. 1, നമ്മൾ അതിനെ അംഗീകരിക്കുക, ഏറ്റുപറയുക.
നമുക്ക് സംഭവിച്ച തെറ്റുകളെയും നമുക്ക് സംഭവിച്ച കാര്യങ്ങളെയും എല്ലാം നമ്മൾ അംഗീകരിക്കുക ആദ്യം. അതെനിക്ക് സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി, ഞാനൊരാളാൽ വഞ്ചിക്കപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് നഷ്ടം സംഭവിച്ചു. ഇതിനെ നിഷേധിക്കുന്നതിന് പകരം അതിനെ അംഗീകരിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. ഇതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തേത് നമ്മൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ അതിനെ വിടുക, പോവാൻ അനുവദിക്കുക. ലെറ്റ് ഗോ. ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണത്. മറ്റൊരാൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ക്ഷമിക്കുന്നത്, നിങ്ങളുടെ മനസമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ്. മനസ്സിൽ ദേഷ്യവും വെറുപ്പും ചുമന്നുകൊണ്ട് നടക്കുന്നത് തിളച്ച വെള്ളം കയ്യിൽ പിടിച്ച് നടക്കുന്ന പോലെയാണ്. അത് മറ്റൊരാളേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങളോട് ക്ഷമിക്കാൻ പഠിക്കുക. മനുഷ്യരാണ്, തെറ്റുകൾ എന്തായാലും പറ്റും. നമ്മളെല്ലാം തികഞ്ഞ ഒരാളും ഭൂമിയിലില്ല, നമുക്കും തെറ്റ് പറ്റാം. മൂന്നാമത്തെ ഒരു വഴിയാണ് നമ്മൾ ആ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും പാഠം പഠിക്കുക. ഓരോ അനുഭവവും എത്ര മോശപ്പെട്ടതാണെങ്കിലും അതിലൊരു പാഠം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു എന്ന് സ്വയം ചോദിക്കുക. ആ വേദന എങ്ങനെയാണ് നമ്മളെ കൂടുതൽ ശക്തനാക്കാൻ പറ്റുക, വേദനയിൽ നിന്ന് ശക്തി കൈക്കൊള്ളാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കുക. കൂടുതൽ കരുണയുള്ളവനായി തീരാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതിൽ നിന്ന് പാഠം തിരിച്ചറിയുമ്പോൾ നമ്മൾ അനുഭവത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും മാറും. അതൊരു ഭാരമില്ലാത്തതായിട്ട് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് തീരും. അടുത്ത ഒരു വഴിയാണ്, നാലാമത്തെ ഒരു വഴിയാണ്, നമ്മൾ ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ വർത്തമാനകാലത്തിലെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ജീവിക്കുക. ഭൂതകാലത്തിലോ ഫ്യൂച്ചറിലോ അല്ലാതെ. നമ്മുടെ മനസ്സ് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഭൂതകാലത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഭാവിയിലായിരിക്കും. അതിനെ ഈ നിമിഷത്തിലേക്ക്, പ്രസൻറ്റിലേക്ക് കൊണ്ടുവരിക. അതിന് ഏറ്റവും നല്ല വഴിയാണ് മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുക. അതുതന്നെയാണ് മൈൻഡ്ഫുൾനെസ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ കുറേ ശ്വാസത്തിൽ ശ്രദ്ധിക്കണം. ശ്വാസം മാത്രമല്ല മൈൻഡ്ഫുൾനെസ്. ശ്വാസം ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കാം. ശ്വാസം കൂടുതൽ ഉള്ളിലേക്ക് വലിക്കരുത്, ശ്വാസം കൂടുതൽ പുറത്തേക്ക് വിടരുത്, അങ്ങനെ നിർബന്ധിച്ചൊന്നും ചെയ്യരുത്. നാച്ചുറലായിട്ടുള്ള നിങ്ങളുടെ ശ്വാസഗതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാം വെറുതെ ഇരിക്കുമ്പോൾ. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയെ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും വിടാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധ കൊണ്ടുവരിക. ഇത് നല്ലൊരു ടെക്നിക്കാണ് നമ്മുടെ ഭൂതകാല ദുഃഖങ്ങളിൽ നിന്നും നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരാൻ. ഒരു ചായ കുടിക്കുകയാണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അതിൻ്റെ രുചി അറിയുക, മണം അറിയുക. ഒരു നടക്കാൻ പോകുമ്പോൾ ചുറ്റും നടക്കുന്ന കാറ്റ്, വെളിച്ചം, ഇതിനെല്ലാം ആസ്വദിക്കുക. ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ അത് ജസ്റ്റ് വന്നോട്ടെ, അത് പൊക്കോട്ടെ. വല്ലാതെ അതിൻ്റെ എഫക്റ്റ് നമ്മൾ വല്ലാതെ അതിൽ കൂടി നമ്മളെപ്പോഴും ഒരു സൈക്കിളിൽ പെടും. ഒരു ഭൂതകാലം വന്നാൽ നമ്മൾ അതിലേക്ക് ആദ്യം ഒന്ന് ഇറങ്ങും, പിന്നെ അങ്ങനെ തുടർച്ചയായി ഒരേ സൈക്കിൾസ് ആയിരിക്കും ചിന്തകളുടെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധവാനായി ശ്രമിക്കുക. കാരണം അതിൽ തൂങ്ങി നിന്നിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു ഗുണവുമില്ല. നമ്മുടെ തലച്ചോറിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നല്ലാതെ അത് ബാഹ്യമായ ഒരു ലോകമല്ല കഴിഞ്ഞു പോയത്. നമ്മളുടെ തലച്ചോറിൽ ശേഖരിക്കപ്പെട്ട ചില രാസകാന്തിക വൈദ്യുത സിഗ്നൽസാണ് ഈ കഴിഞ്ഞു പോയ റെക്കോർഡഡ് ആയിട്ടുള്ള ചില പ്രത്യേക സാധനങ്ങളാണ് ഈ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ ഇപ്പോൾ ഉള്ളതല്ലാതെ. അതുകൊണ്ട് പക്ഷേ ഈ ചിന്തിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത് അത് ഇപ്പോഴും ഉള്ളത് പോലെയാണെന്നാണ് അവൻ്റെ ശരീരം ചിന്തിക്കുക. അവൻ ആ ലോകത്തിങ്ങനെ ജീവിക്കും. വല്ലാതെ ദിവാസ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടും കാര്യമില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് പ്രവർത്തിക്കുക അതിനു വേണ്ടിയിട്ട്. ഏതായാലും അമിതമായി ഭാവിയിലും ഭൂതത്തിലും കടന്നതാവാതെ പ്രസൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ശ്രദ്ധ ഇവിടെ, ഇപ്പോൾ, ഇന്ന്, ഈ നിമിഷത്തിൽ നമ്മൾ ഉറപ്പിക്കുക. ഭൂതകാലത്തിൻ്റെ ഭാരം ഇറക്കി വെച്ചാൽ മാത്രം പോരാ. ആ ഭാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മളെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കണം. വെറുതെ ഇരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അതങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലാതെ നമ്മളാരുടെയും പ്രശ്നമൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ തന്നെ. ചിലവരത് ശ്രദ്ധിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നതെന്ന് മാത്രം. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു സാധനം അതിന് കിട്ടണം, എന്നാലേ മനസ്സിന് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ മനസ്സില്ല എന്ന് തോന്നുമ്പോൾ മനസ്സിനാകെ ഒരു പേടിയാണ്. മനസ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് പറയുന്നത്, അല്ലാതെ മനസ്സൊരു പ്രത്യേക ഒരു സാധനമൊന്നല്ല. മൊത്തം തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടെ പ്രവർത്തനഫലമായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് മനസ്സ്, വികാരം, ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
നിങ്ങളുടെ ആ ഭാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന ശൂന്യതയെ പുതിയ സ്വപ്നങ്ങൾ കൊണ്ടും ലക്ഷ്യങ്ങൾ കൊണ്ടും നിറയ്ക്കുക. അങ്ങനെ മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം കണ്ടെത്തുക. ജീവിതം മുന്നോട്ട് എന്തായാലും പോയേ തീരൂ. നമ്മൾ ജനിച്ചിരിക്കുന്നത് ജീവിക്കാനാണ്, ദുഃഖിക്കാനല്ല. നിങ്ങളുടെ ഭൂതകാലമല്ല നിങ്ങൾ, ഇത് ഓർക്കുക എപ്പോഴും. നിങ്ങൾ ചെയ്ത തെറ്റുകളോ നിങ്ങൾ അനുഭവിച്ച വേദനകളോ അല്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി. നിങ്ങൾ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഒരു ജീവിതം. കാറ്റും കോളും നിറഞ്ഞ കടലിൽ ഭൂതകാലം ഒരു നങ്കൂരം പോലെയാണ്. നമ്മൾ ആ നങ്കൂരം ഉയർത്തിയാൽ മാത്രമേ നമുക്ക് കപ്പൽ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ആ കാറ്റിലും കോളിലും കിടന്ന് ആടുന്നല്ലാതെ മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് ജീവിതയാത്രയ്ക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈ ഭൂതകാലം എന്നുള്ള നങ്കൂരം നമ്മൾ ഉയർത്തിയേ മതിയാവൂ. ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്നെ പിന്നോട്ട് വലിക്കുന്ന ഈ ഭാരം ഞാൻ ഇവിടെ ഇറക്കി വയ്ക്കുകയാണ്. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ ഭൂതകാലത്തിൻ്റെ തടവുകാരനല്ല. കമൻറ്റ് ചെയ്യൂ, ഞാൻ എൻ്റെ ഭാവിയുടെ ശില്പിയാണ്. നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ ഭൂതകാലം അതിലെ ഒരു അധ്യായം മാത്രമാണ്. ആ ഒരൊറ്റ അധ്യായത്തിൽ കുടുങ്ങിപ്പോരുത്. പുസ്തകം മറിച്ച് പുതിയ അധ്യായങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. പുതിയ അധ്യായങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കണം. നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. ശരിക്കും ഒരുപാട് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ആ ഭാണ്ഡം താഴെ ഇറക്കി വയ്ക്കൂ, എന്നിട്ട് മുന്നോട്ട് കുതിക്കൂ. ഈ വാക്കുകൾ നിങ്ങൾക്കൊരു പ്രചോദനമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കാനും ജീവിതം മാറാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം. ചെറിയൊരു തീപ്പൊരി മതി വലിയൊരു മാറ്റം കൊണ്ടുവരാൻ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.